الرجيم. بسم الله الرحمن الرحيم. لا يستوي أصحاب النار لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته لرأيته خاشعا متصدعا. لو أنزلنا لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا هو الرحمن الرحيم. هو الله الذي لا الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز
സദഖല്ലാഹുൽ അദീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിന്റെ ചില സൂക്തങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഖിറാഅത്ത് നടത്തിയ ഇമാം ഷാഫി അക്കാദമി വിദ്യാർത്ഥി ഹാഫിൽ അബ്ദുർ റഊഫ് എന്ന വിദ്യാർത്ഥിക്ക് സംഘാടക സമിതിക്ക് വേണ്ടി 1000 കൃതജ്ഞതകൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി സ്വാഗത ഭാഷണം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹൈത്തമി ഈശ്വരമംഗള, പ്രൊഫസർ ഇമാം ഷാഫി അക്കാദമി കുംബ്ല ഇവരിന് സ്വാഗത ഭാഷണം അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ഈ നാട്ടിന്റെ മുഴുവനത്തിന്റെയും ആത്മീയ നേതാവും എന്ത് പരിപാടിക്കും ഏതൊരു പ്രശ്നത്തിനും ഏതൊരു പ്രതിസന്ധിക്കും നമ്മൾ സമീപിക്കുന്ന എന്നും നമ്മൾ ഈ ഈശ്വരമംഗലത്തിൽ വളരെ സ്മരണയോടുകൂടി സ്മരിക്കുന്ന മാടന്നൂർ തങ്ങൾ എന്ന് തന്നെ എപ്പോഴും നമ്മൾ വളരെ ആദരവോടുകൂടി വിളിക്കുന്ന, ഇപ്പോൾ പുത്തൂരിൽ ഞാൻ പറയാതെ തന്നെ അറിയുന്ന ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ അവറുകളാണ് ഈ മഹത്തായ വേദിയുടെ അധിഷ്ഠാനം അലങ്കരിക്കുന്നത്. അതേപോലെ ഈ മഹത്തായ വേദിയിൽ സന്നിഹിതരായ ശ്രേഷ്ഠരായ ഉലമാക്കളെ, ഈ മഹത്തായ സദസ്സിൽ വന്നു ചേർന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ, ആലിമീങ്ങളെ, സമയം വൈകിയതുകൊണ്ട് തന്നെ ആമുഖമൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഈ മഹത്തായ സദസ്സിന് സ്വാഗതം പറയുക എന്നത് മാത്രമാണ് എന്നിൽ അർപ്പിതമായ ദൗത്യം. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സൂര്യാസ്തമാനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, അതും പരിശുദ്ധമായ റജബ് മാസത്തിന്റെ വളരെ സവിശേഷത ഇറങ്ങുന്ന ഈ ദിവസത്തിൽ ഈ നമ്മുടെ നാട്ടിൽ വീണ്ടും ഒരു ചരിത്രം കുറിക്കപ്പെടുകയാണ്. അതായത് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ സർവ്വ ഇബാദത്തുകളിൽ നാം പിൻപറ്റുന്ന നമ്മുടെ മദ്ഹബിന്റെ ഇമാം മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആ മഹാനവറുകളുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ്. അതും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാകുന്ന കാസർഗോഡ് ജില്ലയിലെ കുംബ്ലയിലെ ബദരിയ നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി എന്ന മഹത്തായ ദീനി സ്ഥാപനത്തിന്റെ വാർഷികം ഇത് 30 മെയ് 1, 2, 3 തീയതികൾ കൊണ്ടാടുമ്പോൾ അതിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ ഒരു പരിപാടിയിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത്. എന്തുകൊണ്ടും ഇതിനെ സംഘടിപ്പിച്ച സംഘാടകരെ വളരെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. കാരണം ഞാൻ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എത്രത്തോളം നാം സ്മരിക്കണമെന്ന് പറഞ്ഞാൽ, നാം ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളിലും വളരെ അഭേദ്യമായി ബന്ധിച്ചു നിൽക്കുന്നത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമാകുന്ന ബഹുമാനപ്പെട്ട ഇമാമിന ഷാഫിഈ റളിയല്ലാഹു അൻഹു. അതും ഇന്ന് നമ്മൾക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചത് മഹാഭാഗ്യമെന്ന് പറയണം. കാരണം ആ മഹാനായ ഇമാമവറുകൾ ഈ ഭൂലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് ഈ പരിശുദ്ധമാകുന്ന റജബ് മാസത്തിലാകുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒത്തുകൂടലിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾക്കറിയാം ഫത്ഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ടവരെ മരണത്തെക്കുറിച്ച് അതിന്റെ ശറഹുകളിലൊക്കെ പറയുന്നത് ഫീ സൽഹി റജബ് എന്നാണ്. അതിന് ചില ഇമാമികളൊക്കെ പറഞ്ഞിരിക്കുന്നത് സൽഹി റജബ് എന്ന് പറഞ്ഞാൽ ഈ റജബ് മാസത്തിന്റെ ആദ്യം തന്നെയാണ് എന്ന് മാത്രമല്ല, ഇന്നത്തെ ദിവസം തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാമിന ഷാഫിഈ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയത് എന്ന് പലമായ അഭിപ്രായവുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ എന്തുകൊണ്ടും വളരെ അഭിനന്ദന അർഹമാണ്. അതിന് നമ്മുടെ മഹാനായ ഇമാമിന്റെ പേരിലാകുമ്പോൾ നാം എന്തുകൊണ്ടും
വളരെ സ്തുതിക്കപ്പെടുന്ന ഒരു ഈ മഹത്തായ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന നേതാക്കളൊക്കെ നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാം വളരെ ആഗ്രഹത്തോടുകൂടി വളരെ ആകാംക്ഷയോടുകൂടി കാത്തുനിന്ന സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ മുഷാവറ മെമ്പറും സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കാര്യദർശിയും അതേപോലെ ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയുടെ ശില്പിയുമായ നാമേവരും വളരെയധികം ബഹുമാനിക്കുന്ന നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശമാകുന്ന പുത്തൂരിൽ വർഷങ്ങളോളം ദീനീ സേവനം ചെയ്യുകയും അതേപോലെ KIC എന്ന് പറയുന്ന കർണാടക ഇസ്ലാമിക് അക്കാദമിക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ശൈഖുനാ ഖാസിം ഉസ്താദ് അവർ വേദിയിലേക്ക് കടന്നു വരികയാണ്. ആദരവോട് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനികളെ, ഞാൻ എന്റെ സ്വാഗത പ്രസംഗം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട തങ്ങളവരോട് പറയുമ്പോൾ എനിക്ക് മഗ്‌രിബ് മുമ്പ് ഇവിടുന്ന് പോകേണ്ടതുണ്ട് എന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ തങ്ങളവറുകളെ കാത്തുനിന്നുകൊണ്ട് ഇത്ര വൈകിയതാണ്. അതുകൊണ്ട് എന്റെ സ്വാഗത പ്രസംഗം നീട്ടുക എന്ന് പറയുന്നത് ഒട്ടും ഉചിതമല്ല. ഞാൻ ചുരുക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഈ മഹത്തായ സദസ്സിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇവിടെ പതാക ഉയർത്തി തന്നെ ബഹുമാനപ്പെട്ട മുമ്പ് തങ്ങളവർ കൃത്യസമയത്ത് തന്നെ നമ്മുടെ എല്ലാ പരിപാടിയും വളരെ ഭംഗിയായി കൃത്യസമയത്ത് തന്നെ ഞങ്ങൾക്ക് ആരംഭിക്കാനും നടത്തുമാരൊക്കെ സാധിച്ചത് ഇത് മഹാനായ ഇമാം അവറുകളുടെ ഏറ്റവും വലിയ ബർക്കത്തും കറാമത്തുമായി തന്നെ ഞങ്ങൾ കണക്കിലെടുക്കുന്നു. കാരണം ഈ പരിപാടി ഞങ്ങൾ ഉദ്ദേശിച്ചത് വെറും കഴിഞ്ഞ വെള്ളിയാഴ്ചയോടുകൂടിയാണ്. വെറും 10 ദിവസം ഇല്ലാത്ത, അത്ര ദിവസം പോലും ഇല്ലാത്ത കാലയളവിൽ മാത്രമാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. പക്ഷേ വളരെ വിജയകരമായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി വളരെയധികം ആളുകൾ, ഒരേ ഉസ്താദന്മാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അക്ബർ സാദി അതേപോലെ ജുനൈദ് സാദിയൊക്കെ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റും എന്റെ ഈ സ്വാഗത പ്രസംഗം നീട്ടുക എന്ന് പറയുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ മഹത്തായ വേദിയിൽ ഖിറാഅത്ത് പാരായണം ചെയ്ത ഹാഫിദ് അബ്ദുർ റഈഫിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ മഹത്തായ വേദിയുടെ കടിഞ്ഞാൺ പിടിക്കുന്നത് ബഹുമാനപ്പെട്ട ശൈഖുനാ തങ്ങളവറുകളാണ്. അദ്ദേഹത്തെയും ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ തടയായി ദീർഘകാലം നമുക്ക് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് സാദരീയമായി ഞാൻ ഉണർത്തുകയാണ്. അതേപോലെ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകിയ സയ്യിദ് അനസ് തങ്ങളവറുകൾ ഈ പരിപാടിയുടെ ആദ്യം മുതൽ തന്നെ വളരെ അവിശ്രാന്തം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ ഈ മഹത്തായ വേദിയിലേക്ക് ചെയ്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഷമീർ വാഫി ഉസ്താദ് ബർകൾ, അതേപോലെ ബഹുമാനപ്പെട്ട ദേരമ്പാടി ഹാഷിം ദാരിമി, അതേപോലെ ഉമർ ഫൈസി ഉസ്താദ് ബർകൾ, ഒരുപാട് ആളുകളുണ്ട് ഈ മഹത്തായ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രസംഗം നീട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഓരോ വ്യക്തിത്വങ്ങളെയും പ്രത്യേകമായി ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സദസ്സിലും വേദിയിലും ഒരുപാട് പേരെടുത്ത് പറയേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയുണ്ട്. എല്ലാവരെയും അവർ അർഹിക്കുന്ന രൂപത്തിൽ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകളെ ഈ മഹത്തായ വേദിയുടെ അധിഷ്ഠാനം അലങ്കരിക്കാൻ വേണ്ടി ആദരവോടുകൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്ത് ഹ്രസ്വപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹൈതമി ഈശ്വരമംഗള, പ്രൊഫസർ ഇമാം ഷാഫി അക്കാദമി ഇവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇനി അധ്യക്ഷ പ്രസംഗം സയ്യിദ് കുടുംബത്തിലെ സമുന്നതനായ സാരഥി ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ പുത്തൂർ ഇവരുകൾ അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. സ്റ്റേജിലുള്ള ബഹുമാനപ്പെട്ട അനസ്തങ്ങളടക്കമുള്ള സാദാത്തുകളെ, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ,
സുദീർഘമായി സംസാരിക്കാനുള്ളതായ ഒരു സന്ദർഭമോ സമയമോ അല്ലാത്തതുകൊണ്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെതായ ഉദ്ദേശം ഹർഷരൂപത്തിൽ സ്വാഗത ഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളുടെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന കുമ്പളയിൽ നടത്തപ്പെടുന്ന ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയുടെ സമ്മേളനത്തിനോട് അനുബന്ധിച്ച് അതിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ട ഒരു മഹാസദസ്സിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും നല്ലതായ ബഹുമാനപ്പെട്ട ഇമാമുൽ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനവരുടേതായ നാമധേയത്തിൽ തന്നെ ഈ സ്ഥാപനം ഉണ്ടാക്കുകയും അതിൽ മഹാനവറുകൾക്കുള്ളതായ ആ സ്വഭാവശിഷ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയും ചെയ്യുന്ന ഒരു മഹനീയ സ്ഥാപനമാണ്. നാം ഇപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഖിറാഅത്ത് കേട്ടു. നല്ലൊരു ഖിറാഅത്താണ്. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ ഖിറാഅത്ത് ഹാഫിളീങ്ങളായിക്കൊണ്ട് നടന്നു വരുന്നു. എന്താ കാരണം? ബഹുമാനപ്പെട്ട ഇമാമുൽ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഹാഫിളായിരുന്നു. അതേമാതിരി അവിടെ ഫിഖ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാമുൽ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടേതായ ഫിഖിൽ നമ്മുടേതായ മദ്ഹബിന്റെ ഇമാമാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെതായ കാഴ്ചപ്പാട് ബഹുമാനപ്പെട്ട ഇമാമുൽ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുക്കുള്ളതായ സ്വഭാവത്തിന് വിധേയമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു അത്തരത്തിൽ നിലനിർത്തിക്കുമാറാകട്ടെ. അതിനുവേണ്ടി സേവനം ചെയ്യുന്ന എല്ലാ ഉസ്താദന്മാരെയും അതിനുവേണ്ടി സഹായ സഹകരണം ചെയ്യുന്ന എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടേതായ ആദർശ സംഘടനയുടേതായ ആദർശ രൂപത്തിൽ നടത്തിവരുന്നതായ ആ സംഘടന, ആ അക്കാദമി, ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. കാരണം ഇങ്ങനെയുള്ളതായ പ്രചരണങ്ങളാക്കുന്നത് ആ സ്ഥാപനം നമ്മൾക്ക് സമൂഹത്തിന് ചെയ്യുന്നതായ സേവനങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മളുടെ അടുക്കലേക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെതായ ഇതുവരെ നടന്നു വന്നതായ വിദ്യാർത്ഥികളുടെയും അവിടുന്നതായ പഠിപ്പിക്കുന്ന വിഷയങ്ങളുടെയും ഏകദേശ രൂപങ്ങൾ നമ്മുടേതായ സമൂഹത്തിന് മുമ്പിൽ അങ്ങോട്ട് അവതരിപ്പിച്ച് നമുക്ക് കാണിച്ചു തരുന്നു. എന്തിനു വേണ്ടി നമുക്ക് കാണിച്ചു തരുന്നു? ഈ സ്ഥാപനത്തിനെ ഈ സമൂഹം ഏറ്റെടുത്ത് ഇതിലും കൂടുതൽ നല്ല ഉത്തേജനമായിക്കൊണ്ട് കൂടുതൽ ഉഷാറായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതായ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാവുന്നു. ആകയാൽ നാം ഓരോരുത്തരും ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മുടേതായ കഴിവിന്റെ പരമാവധി ദുആ കൊണ്ട് എല്ലാ നിലക്കും സഹായിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ നടത്തപ്പെടുന്ന ഈ 30-ാം തീയതിയും ഏപ്രിൽ 30-ാം തീയതിയും മെയ് 1, 2, 3 തീയതികളിൽ നടത്തപ്പെടുന്നതായ ആ മഹാസദസ്സിൽ നാമും ഓരോരുത്തരും ഭാഗവാക്കേണ്ടതാണ്. അവിടെ നടക്കുന്ന ദുആ മജ്ലിസിൽ നാം നേതാക്കളും കൂടണം. അവിടെ നടക്കുന്നതായ പ്രസംഗത്തിലും അതിന്റെ കാര്യങ്ങളിലും പല വിഷയങ്ങളിലും പുരസ്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതെല്ലാം നാം കേൾക്കണം. കാരണം ലോകത്തിൻ്റെതായ അവസ്ഥ എല്ലാം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. എന്തിലോ കലങ്ങി വരുന്നതായ അവസ്ഥയാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ തന്നെ പല ആൾക്കാരും പല തോന്നിയാസങ്ങളും പല ഗുലുമാലുകളും എന്തെല്ലോ ആക്കി നമ്മുടേതായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ വികൃതമാക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മദ്ഹബിന്റേതായ ആ ഇമാമിന്റേതായ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഉലമാക്കൾ നമ്മൾക്ക് എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെതായ യഥാവിധി നാം ഓരോരുത്തരും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് നമ്മുടേതായ ഈമാൻ കാക്കുവാനും അത്യാവശ്യമുള്ളതുമാണ്.
അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഇങ്ങനെയുള്ളതായ സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ പരിചയപ്പെടേണ്ട യാതൊരു ആവശ്യം നമ്മൾക്കില്ല. അന്നും ഇന്നും കേൾക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ്. അതിലാർക്കും മറ്റും മാറ്റമില്ല. പക്ഷേ ഏതൊരു ഒറിജിനൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ബാക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. ഏത് സാധനം കൊണ്ട് ജപ്പാൻ അങ്ങോട്ട് ഇറക്കുമ്പോൾ ചൈനക്കാരായാലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് അങ്ങോട്ട് ഇറക്കും. അതേമാതിരി സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലത്ത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, അങ്ങനെ കാളമ്പാട് ഉസ്താദ്, അങ്ങനെ കോയക്കുട്ടി ഉസ്താദ്, ഇങ്ങനെയുള്ളത് ആ നേതൃത്വം, സൂഫീപര്യന്മാരായ നേതൃത്വം അവർ മരണപ്പെട്ടു പോയപ്പോഴും അവർ പോയിട്ട് കിടന്നതും സൂഫിപര്യന്മാരുടെ ഔലിയാക്കന്മാരുടെയും സമീപത്തിലേക്കാണ്. ഇങ്ങനെ നമുക്ക് ചോദിക്കഴിഞ്ഞാൽ നമുക്കുടെ ഹക്കായ മാർഗം, ഹക്കായ സംഘടന ഏതാണെന്നത് ചെറിയൊരു ബുദ്ധിയാൽ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ പരമാവധിയുള്ളതായ സംഘടനകൾ അപ്പുറം ഇപ്പുറം അങ്ങോട്ട് വരുമ്പോൾ അതിൽ നമ്മൾ വഞ്ചിതമാവാതെ കണ്ട് ഇങ്ങനെ പഴയ രൂപത്തിൽ നമ്മളുടേതായ ഉലമാക്കളും ആലിമീങ്ങളും കാണിച്ചു തന്ന ആ രൂപത്തിലുള്ളതായ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായ ഉസ്താദന്മാർ ഏത് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കി ആ ഉസ്താദന്മാരെ പിൻപറ്റി നാം ഓരോരുത്തരും പോകുവാൻ ശ്രമിക്കണമെന്ന് മാത്രം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് മഗ്‌രിബിന്റെ സമയം ഏകദേശം അടുത്തിരിക്കുകയാണ്. അങ്ങനെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നമ്മുടേതായ ഇമാമുൽ ഷാഫി ഇസ്ലാമിക് അക്കാദമിയുടേതായ പ്രിൻസിപ്പാളും ബഹുമാനപ്പെട്ട നമുക്കെല്ലാവരും അറിയുന്ന വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയുമായ ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് നിങ്ങൾക്ക് അതിൽ കൂടുതലായിക്കൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്ഥാപനത്തിന് എന്ന് ഉയർച്ചയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി കൊടുക്കുമാറാകട്ടെ. അതിന്റെ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അതിന് പ്രവർത്തിക്കുവാനും അതിനുവേണ്ടി ഭാഗമാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ആ സ്വാലിഹീങ്ങളായ നമ്മൾ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ നല്ലതായ ആലിമീങ്ങളെ വാർത്തെടുക്കുന്നതായ ഒരു സ്ഥാപനമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിത്തീർക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ പ്രസംഗത്തിൽ നിന്നും മാത്രം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അധ്യക്ഷാമുഖത്തിൽ നിന്നും വിരമിക്കുന്നു. സാധാരണ തരത്തിൽ ഉദ്ഘാടനം ആദ്യവും അധ്യക്ഷന്റെ പ്രസംഗമൊന്നും വേണ്ട. പക്ഷേ ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദിലേക്ക് കുറച്ച് സമയം കൊടുത്ത് വേണ്ടി വരും. അപ്പോൾ പുറത്തു പറയുന്നതാണോ മുന്നിലിട്ട് കഴിഞ്ഞാൽ ജാസി പറയുന്ന ബാക്കിലിട്ട് കഴിഞ്ഞാൽ നല്ലോണം അവർക്ക് പറയാലോ എന്നുള്ള ഉദ്ദേശം കൊണ്ടെടുത്ത് പറഞ്ഞതാണ്. കാനൂൻ പ്രകാരം പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നയിച്ച പാത അതാണ് സമസ്തയുടെ പാത. ആ പാതയിൽ അടിയുറച്ചു നിൽക്കുക എന്ന ഉദ്ദേശം പ്രഖ്യാപിച്ചുകൊണ്ട് അധ്യക്ഷ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് പുക്കോയ തങ്ങൾ പുത്തൂർ അവരുകളോട് 1000 കൃതജ്ഞതകൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മഗ്‌രിബ് പരിപാടി പുനർ ആരംഭിക്കുന്നതാണ്. പ്രചരണവും സമസ്ത സമ്മേളന വേദിയിലുമാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചൈതന്യവത്തായ സംഗമം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി ആരൊക്കെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹകരിച്ചുവോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും പകരം കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സമയം വളരെ പരിമിതമാണ്. അല്പം ചില സമയങ്ങൾ മാത്രമാണ് എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. ആ സമയത്ത് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കടമ നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലെ ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയെക്കുറിച്ച്
ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളും സ്വാഗത ഭാഷകനും മറ്റുമൊക്കെ നമ്മോട് പറയുകയുണ്ടായി. എല്ലാ വർഷവും ഈ റജബ് മാസത്തിൽ മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ആണ്ട് എന്നോണം ജൽസ സീറത്തു ഇമാം ഷാഫി അക്കാദമിയിൽ വെച്ച് നടത്താറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വിപരീതമായിക്കൊണ്ട്, വിഭിന്നമായിക്കൊണ്ട് വളരെ വിശാലമായ പ്രൗഢമായ ഒരു സമ്മേളനമാണ് ഈ വർഷം അവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തെന്ന് വച്ചാൽ ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി 6 വർഷം കൊണ്ട് 6 പതിറ്റാണ്ടിന്റെ കരുത്താർജിച്ചുകൊണ്ട് അഹമ്മദിയാക്കളുടെ വാസസ്ഥലത്തിൽ നിന്നും ഷാഫി മദ്ഹബിന്റെ യഥാർത്ഥമായ ആശയം സമൂഹത്തിന് വിളമ്പിക്കൊടുക്കാൻ മഹത്തായ സുന്ദരമായ ഒരു സ്ഥാപനം അവിടെ ഇപ്പോൾ കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തുകാരായ സമസ്തയുടെ പ്രവർത്തകരോട്, അതിലെ എളിയ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ പ്രദേശത്തുകാരായ സമസ്തയുടെ പ്രവർത്തകർ ആ സ്ഥാപനം ഒരു നോക്ക് കാണാൻ വേണ്ടി ആ സമ്മേളനം നടക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ അവിടെ വളരെ താൽപര്യത്തോടുകൂടെ എത്തിച്ചേരണമെന്നാണ് നിങ്ങളോട് എനിക്ക് ആദ്യമായി അപേക്ഷിക്കാനുള്ളത്. ഈ വരുന്ന 30 മെയ് 1, 2, 3 തീയതികളിൽ അവിടെ സെമിനാറുകളായിട്ടും പ്രഭാഷണങ്ങളായിട്ടും മറ്റു കുടുംബ സംഗമങ്ങളും പ്രവാസി സംഗമങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ നിലയിൽ ഒരു സമ്മേളനം അരങ്ങേറുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മോളിപ്പോൾ നിസ്കരിച്ച മഗ്രിബ് നിസ്കാരത്തിന്റെ യഥാർത്ഥമായ ആ ഇബാദത്തിന്റെ നിസ്കാരത്തിന്റെ എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തിപ്പോരുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രവർത്തനങ്ങളുണ്ടോ, അമലുകളുണ്ടോ, അതിന്റെ യഥാർത്ഥമായ അതിന്റെ ശൈലിയും രൂപവും നമുക്ക് കാണിച്ചു തന്ന് വരച്ചു കാട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട സ്വർഗ്ഗത്തിലേക്ക് വഴിതെളിക്കാൻ ഒരു മുസ്ലിം സമൂഹത്തിന്, ഒരു വ്യക്തിക്ക് കാരണമാകുന്നത് മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അധ്യാപനങ്ങളിലൂടെയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഇന്ന് നേരത്തെ ഇവിടെ പുകോയ തങ്ങൾ നമ്മളോട് പറഞ്ഞുവല്ലോ, കാലഘട്ടത്തിന്റെ അതിപ്രസരണത്തിലൂടെ മാനവികതയ്ക്ക് സ്ഥാനം നൽകാതെ സമൂഹം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ തന്നെ രക്ഷിതാക്കളുടെ ഗളത്തിലേക്ക് കത്തിയുയർത്തപ്പെടുമ്പോ, കടാറുയർത്തപ്പെടുമ്പോ, മാത്രവുമല്ല വിദ്യ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ നെഞ്ചത്തേക്ക് വെടിയുണ്ട ഉതിർത്തിക്കൊണ്ടിരിക്കുമ്പോ, അസംസ്കൃതമായിരിക്കുന്ന രീതിയിൽ മനുഷ്യ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ യഥാർത്ഥമായ ഒരു ശൈലി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത്, ഇതെന്റെ ഉപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ ഇച്ഛയാണ്, ഇതെന്റെ ഇഞ്ഞയാണ്, ഇതെന്റെ പെങ്ങളാണ്, ഇതെന്റെ ഭാര്യയാണ്, അതെന്റെ അയൽവാസിയാണ്, ഇതെന്റെ കുടുംബക്കാരനാണ് എന്ന് സമൂഹത്തോട് ശരിക്കും സംവദിക്കാനും അത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് സഹായമാകുന്നത് ഇസ്ലാമികപരമായ അധ്യാപനങ്ങളിലൂടെയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. മതവിദ്യാഭ്യാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, മതവിദ്യാഭ്യാസം വിരളമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരണത്തിലൂടെ സ്വന്തം പിറന്നു വീണ മക്കളെപ്പോലും നോക്കാതെ, രക്ഷിതാക്കളെപ്പോലും അറിയാതെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് ഉപ്പയെയോ ഉമ്മയെയോ ഒരു നോക്ക് പോലും കാണാതെ, എന്റെ ബിസിനസ്സിലോ എന്റെ പഠനത്തിലോ എനിക്ക് അവസരമില്ല, ലീവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം മനുഷ്യനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ കുടുംബബന്ധം പുലർത്തണമെന്നും സഹോദരന്മാരോട് ഇങ്ങനെ പ്രവർത്തിക്കണമെന്നുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇസ്ലാമികപരമായ അധ്യാപനങ്ങളാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വെമ്പൽ കൊള്ളുന്ന എത്രയോ രക്ഷിതാക്കൾ നമുക്കിടയിലുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും എന്റെ മക്കളെ പഠിപ്പിക്കാൻ ഒരവസരം തേടി നടക്കുന്ന എത്രയോ നല്ല രക്ഷിതാക്കൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇതാ നമുക്ക് വേണ്ടി വിജ്ഞാനത്തിന്റെ തെളിനീര് നമുക്ക് ഒപ്പിയെടുത്ത് ദാഹം തീർക്കാൻ വേണ്ടി ഇതാ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഓണാങ്കിറ മൂലയായിരിക്കുന്ന കുമ്പളയിൽ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ
നമ്മുടെ മക്കളെ നമ്മൾ പുരോഗതിപ്പെടുത്തുമ്പോ പിന്നീടുള്ള വിദ്യാഭ്യാസങ്ങളിലൂടെ മനുഷ്യന്റെ മക്കളെ അതിന്റെ ഏറ്റവും വലിയ ഉത്തുംഗതയിലേക്ക് നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആലോചിക്കണം, ഇസ്ലാമികപരമായി കൊണ്ട് ജീവിതം നടത്താൻ, ഇസ്ലാമികപരമായി കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഇസ്ലാമികപരമായ അധ്യാപനത്തോടുകൂടെ വിദ്യാഭ്യാസം നേടിയിട്ട് അത് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ വകയേകുന്ന രീതിയിലുള്ള ഒരു ാണ് നമുക്ക് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിലൂടെ നമുക്ക് ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളൊന്ന് ഓർത്തു നോക്കണം, ആരാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. വളരെ കുട്ടിക്കാലത്ത് തന്നെ അവിടുത്തെ അധ്യാപനം, അവിടുത്തെ ബുദ്ധിവൈഭവം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുമ്പോ നമ്മളൊന്ന് ആലോചിക്കണം. ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പറഞ്ഞുവത്രേ, അല്ലയോ ഭാര്യയെ, ഞാൻ വിദേശത്തേക്ക് പോകുകയാണ്, കച്ചവടത്തിന് വേണ്ടി പോകുകയാണ്. അവൾക്ക് വേണ്ടി സമൃദ്ധമായിരിക്കുന്ന ഭക്ഷണങ്ങൾ, പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു, 2 മാസക്കാലം അല്ലെങ്കിൽ 3 മാസക്കാലം ഞാൻ വിദേശത്തോട് പര്യടനം നടത്തിയിട്ട് കച്ചവടം ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ നീ നാട്ടിലെ ഏറ്റവും വലിയൊരു സുന്ദരിയായി മാറണമെന്ന് ഭാര്യയോട് പറയുകയും, അല്ലാത്ത പക്ഷം നീ സുന്ദരിയായിട്ടില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള വിവാഹബന്ധം മുറിക്കപ്പെടുമെന്ന് ഈ ഭർത്താവ് പറഞ്ഞപ്പോ ആ സമയത്ത് ഭാര്യ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി. 3 മാസത്തിന് ശേഷം ആ ഭർത്താവ് തിരിച്ചു വന്നപ്പോ ഭാര്യ അധികം സൗന്ദര്യവതിയായിട്ടില്ല, അവൾ ലലനാമണിയായിട്ടില്ല, അവൾ ആളുകളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യം അവഗമിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഭർത്താവ് ആദ്യമേ പറഞ്ഞിരിക്കുന്ന വാക്ക് ആളുകളുടെ ചർച്ചയായി. അവർ തമ്മിലുള്ള വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയായി. അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ഇനി സമയമില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്നൊരു കൊച്ചുബാലൻ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അവർ തമ്മിലുള്ള വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല, അവരിപ്പോഴും ഭാര്യയും ഭർത്താവുമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പണ്ഡിതന്മാർ ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, അല്ലയോ പൊന്നുമോനെ, ഏത് അടിസ്ഥാനത്തിലാണ് നീ ഇങ്ങനെ അവരുടെ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ആ പിഞ്ചുമോൻ പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവർ ചോദിച്ചു, വിശുദ്ധമായ ഖുർആനിലെ ഏത് സൂക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിധി പ്രഖ്യാപിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആദം സന്തതികളെ നല്ല സുന്ദര രൂപത്തിൽ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും, ചന്ദ്രനേക്കാളും സൂര്യനേക്കാളും സകലമായ വസ്തുക്കളെക്കാളും സുന്ദരമായ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ അടിസ്ഥാനത്തിലാണ് അവിടെ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. ആ പൊന്നുമോൻ ആരാണെന്നറിയുമോ? അതാണ് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ബുദ്ധിവൈഭവത്തിന്റെ കാര്യത്തിൽ കർമ്മശാസ്ത്രപരമായിരിക്കുന്ന മസലകളിൽ അത്രയും വലിയ ധൈര്യത്തോടുകൂടെ സംവദിക്കാൻ അവിടെ ധൈര്യം കാണിച്ച ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. അദ്ദേഹത്തിന്റെ ഒരു സംഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തട്ടെ. എന്തെന്നറിയുമോ? ഒരു ഭർത്താവ് പറയുകയാണ്, ഭാര്യയോട് പറഞ്ഞു, ഞാൻ യാത്ര പോകുന്നു, ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് എന്റെ സമ്മതമില്ലാതെ നീ നിന്റെ ഉപ്പയുടെ വീട്ടിൽ പോയാൽ പോലും നമ്മൾ തമ്മിലുള്ള വിവാഹബന്ധം മുറിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ ആ ഭാര്യ അദ്ദേഹം യാത്ര പോയതിനു ശേഷം ഉപ്പ മരിച്ചപ്പോ ഉപ്പയെ കാണാൻ വേണ്ടി വീട്ടിൽ പോയി. തിരിച്ചു ഭർത്താവ് വന്നപ്പോ ആളുകളെ ചർച്ച ചെയ്തു, ഉപ്പാടെ വീട്ടിൽ പോയാൽ പോലും എന്റെ സമ്മതമില്ലാതെ ഉപ്പയുടെ വീട്ടിൽ പോയാൽ പോലും നമ്മൾ തമ്മിലുള്ള വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അത് ഇവിടെ സത്യമായി പുലർന്നുവല്ലോ. പക്ഷേ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെയാണ് ചിന്ത മുന്നോട്ട് വെക്കുന്നത്. മഹാനായ ശാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവരുടെ വിവാഹബന്ധം മുറിക്കപ്പെട്ടിട്ടില്ല. കാരണമെന്താ? ഞാനിങ്ങനെ പറയാനുള്ള കാരണമെന്താ? അവിടെ വിവാഹബന്ധം മുറിക്കപ്പെടാതിരിക്കാനുള്ള കാരണമെന്താ? ഞാനൊന്ന് പറഞ്ഞു കേട്ടയോ? അവിടെ കൂടി നിന്ന സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവർ തമ്മിലുള്ള വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടാനിരിക്കാനുള്ള കാരണം അവിടെ ഉപ്പ മരിച്ചതിന് ശേഷമാണ് അവൾ ഉപ്പയെ കാണാൻ വേണ്ടി ആ ഉപ്പയുടെ വീട്ടിലേക്ക് പോയത്. അല്ലയോ മനുഷ്യന്മാരെ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന്റെ വീടാണോ അത്? അല്ല, അനന്തരാവകാശികളുടെ വീടാണ്, സ്വത്താണ്. അതുകൊണ്ട് ആ ഉപ്പയുടെ വീടല്ല അവൾ പോയിരിക്കുന്ന വീട്. അതുകൊണ്ട് ഉപ്പയുടെ വീടല്ലാത്തത് കൊണ്ട് അവർ തമ്മിലുള്ള വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല എന്ന് അവിടുന്ന് സവിസ്തരം പ്രഖ്യാപിച്ച
സ്ഥാപിച്ചപ്പോ ആ മഹാനവറുകളുടെ പേരിലാണ് കുമ്പളയിലെ ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ അവിടെ ദഅവാ കോളേജിൽ പ്രവേശനം കൊടുക്കുന്നു. മാത്രവുമല്ല, നമ്മൾ ഈ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രവണസുന്ദരമായ ഖിറാഅത്ത് കേട്ടുവല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിദ്യാർത്ഥിക്ക് ഇനിയും ഉത്തമതയിലേക്ക് ഉയരാനുള്ള ഭാവി അല്ലാഹു തആല നൽകുമാറാവട്ടെ. അവിടെ സുന്ദരമായിട്ട് വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ കോളേജുണ്ട്. 1.5 വർഷം കൊണ്ട് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ അവിടെ ഹിഫ്ള് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. പാവപ്പെട്ട കർണാടകത്തിലെയും കേരളത്തിലെയും പിഞ്ചുമക്കൾ അവിടെ പഠനം നടത്തുമ്പോ അവരെ ഒന്ന് ഒരുമിച്ചിരുന്ന് കാണാൻ, അവരെ ഒന്ന് ദർശിക്കാൻ ഈ നാട്ടുകാരായിരിക്കുന്ന കർണാടകത്തിലെ എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരെ ആ സ്ഥാപനത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ ക്ഷണിക്കുകയാണ്. ഒന്നൊരു നോക്ക് കണ്ടുകൊണ്ട് അതിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അവിടെ എന്തൊക്കെ നടത്തപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തിലെ മക്കളെ, നമ്മൾക്ക് ബന്ധപ്പെട്ട മക്കളെ അവിടെ കൊടുന്ന് പഠിപ്പിക്കാൻ അതിന്റെ അവസരങ്ങളാണ് ഈ ഉള്ള മാസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിനീതൻ 3 വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നു. ഞാൻ വന്ന വർഷത്തിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദേ, കോളേജിൽ വന്നതിന് ശേഷമാണ് ചോറ് തിന്നാൻ തുടങ്ങിയത് എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുഞ്ഞാണ് എന്ന് തോന്നുന്നു. ആ കുട്ടി ഇപ്പോൾ അവിടെ പഠിക്കുന്നില്ല. അവൻ പറഞ്ഞതെന്താ, ഈ കോളേജിൽ വന്നതിന് ശേഷമാണ് ഒരു നേരമെങ്കിലും ഒന്ന് ചോറ് കഴിക്കാനുള്ള അവസരം കിട്ടിയത് എന്ന് പറയുന്ന മക്കൾ നമ്മൾക്കിടയിൽ ൂടെയുണ്ട്. അവർക്ക് 2 സന്തോഷമുണ്ട്. ഒന്ന് ദീൻ പഠിക്കാനുള്ള സന്തോഷം, മറ്റൊരു സന്തോഷം അവർക്ക് വിശപ്പടക്കാനുള്ള സന്തോഷം. പാവങ്ങളായിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ആളുകളെ പോലെയുള്ള ഓരോ ആളുകൾ പഞ്ചസാരകളായിട്ടും അരികളായിട്ടും അവിടെ കൊണ്ടുവന്ന് തരുമ്പോ, കാശുകളുമായിട്ട് അവിടെ കൊണ്ടുവന്ന് തരുമ്പോ, ഓരോ വെള്ളിയാഴ്ച രാവുകളിലും സലാത്ത് നടത്തിയിട്ട് അവിടെ പിഞ്ചുമക്കൾ അല്ലാഹുവിലേക്ക് കരമുയർത്തിയിട്ട് ദുആ ചെയ്യുമ്പോ, അല്ലാഹുവേ എന്റെ പ്രശ്നയടക്കാൻ ഒരു വറ്റ് തന്ന ആ സഹോദരനെ പുറത്തു കൊടുക്കണേ തമ്പുരാനെ എന്ന് അവിടെ ഹൃദയാന്തരങ്ങളിൽ നിന്നൊരു പ്രാർത്ഥന അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ധന്യമായ സ്ഥാനം കിട്ടുന്നുവല്ലോ. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഇന്ന് നേരത്തെ തങ്ങളവകൾ പറഞ്ഞുവല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ട് ധർമ്മവിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനെ തകർത്താനും തളർത്താനും വളരെ ചന്തവ്യമായിരിക്കുന്ന രൂപരേഖകളില്ലാതെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് സിറാത്തുൽ മുസ്തഖീമായിരിക്കുന്ന ഒരു പാതയുണ്ട്. ആ പാതയിലെ ഉസ്താദുമാരുണ്ട്. അഗ്രശീർഷകണ്ഠരായിരിക്കുന്ന വളരെ പ്രമുഖരായിരിക്കുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിന് കീഴിൽ വളർന്നു വരുന്ന SKS പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ, അതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, അവർ യഥാർത്ഥമായ രീതിയിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ തനതായിരിക്കുന്ന ശൈലികൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്ന് വിദ്യ പഠിച്ചിറങ്ങിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത് നേടാനുണ്ട്? അയൽവാസിയായിരിക്കുന്ന നമ്മുടെ ഖാദിർ ഹാജിയുടെ മാവിൽ നിന്ന് പടുത്തു വീണിരിക്കുന്ന മാമ്പഴത്തിൽ അതിൽ ഇത്ര വിറ്റാമിനുണ്ട്, ഇത്രയും പോഷകങ്ങളുണ്ട്, ഇത്രയും ധാതുക്കളുണ്ട്, ഇത്രയും ലവണങ്ങളുണ്ട്, ഇത്രയും മധുരമുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുമെങ്കിൽ അതവന് തിന്നുകളയുന്നു. പക്ഷേ അത് അയൽവാസിയുടെ സമ്മതം കൂടാതെ എടുത്തുകൊണ്ട് എന്റെ വയറ്റിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് എവിടെയാണ്? അത് ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെയല്ല, അത് മതപരമായ വിദ്യാഭ്യാസത്തിലൂടെയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഒരു വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട്, ദീനീ വിദ്യാഭ്യാസം കരകരസ്ഥമാക്കിക്കൊണ്ട് നമ്മളെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തിപ്പെടുമ്പോ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും സിറാത്ത് എന്ന പാലത്തിലൂടെ കടന്നുകൊണ്ട് അക്കരെ കടക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. പാവങ്ങളായിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും പാലം കടന്നു പോകുമ്പോ ഒരു പണ്ഡിതനായ മനുഷ്യൻ, നമ്മുടെ നാട്ടിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച മനുഷ്യൻ, സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുത്ത മനുഷ്യൻ, സമൂഹത്തിന് നന്മ ചെയ്തു കാണിച്ചു കൊടുത്ത മനുഷ്യൻ, ഒരു വളരെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, എന്താണ്
പറയുന്നത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവൻ സിറാത്ത് പാലം കടക്കുമ്പോ അവനോട് അല്ലാഹു തആല പറയും, പോവാനായിട്ടില്ല, നിനക്ക് കടന്നു പോവാൻ സമയമായിട്ടില്ല, നീ അവിടെ നിൽക്കൂ എന്നൊരു പണ്ഡിതനോട് പറയുമ്പോ ഈ ഒരു വാക്ക് കേൾക്കുമ്പോ നമുക്ക് സംശയമാകും. പിന്നെ എന്താണ് ദീനി വിദ്യാഭ്യാസത്തിന് കൊണ്ടുള്ള മെച്ചം? സിറാത്ത് പോലും പാലം കടക്കുമ്പോൾ പോലും അല്ലാഹു തആല സ്റ്റോപ്പാകുമ്പോ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. അതിന്റെ ബാക്കി പത്രം നമ്മളൊന്ന് വായിച്ചു നോക്ക്. അല്ലാഹു തആല ആ പണ്ഡിതനോട് പറയുമത്തെ, നീ മാത്രം സിറാത്ത് പാലം കടന്നിട്ട് സ്വർഗത്തിൽ വിരാജിച്ചാൽ പോരാ, നിനക്ക് കിതാബ് വാങ്ങിത്തന്ന ആളുകളുണ്ട്, നിനക്ക് പേന തന്ന ആളുകളുണ്ട്, നിനക്ക് പഠിക്കുമ്പോൾ ഭക്ഷണം തന്ന ആളുകളുണ്ട്, നിന്നെ ദീനീപരമായി പ്രോത്സാഹനം നൽകിയിട്ട് ദീനിന്റെ അധ്യാപനം നിന്റെ ജീവിതത്തിൽ പകർത്താൻ പഠിക്കാൻ സഹായിച്ച ആരൊക്കെയുണ്ടോ അവരെ കൂടി നീ ശഫാഅത്ത് ചെയ്തുകൊണ്ട് അക്കരെ കടക്കണമെന്ന് അല്ലാഹു തആല ഒരു പണ്ഡിതനോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അങ്ങനെയുള്ള ഒരു സ്ഥാപനം, അതിനുവേണ്ടി നമ്മളെ കൂടെ കൊണ്ടുപോകാൻ ഉതകുന്നൊരു സ്ഥാപനമാണ് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി. അതിന്റെ മഹത്തായ ഒരു സമ്മേളനം, എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു സമ്മേളനം അടുത്ത 30-ാം തീയതി 1, 2, 3 ഈ 4 ദിവസങ്ങളിൽ അവിടെ വളരെ വിപുലമായി കൊണ്ട് നടത്തപ്പെടുകയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കർമ്മധീരരായ പ്രവർത്തകരെ ഞങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ഖാസിം ഉസ്താദ് ഉറക്കമില്ലാതെ രോഗം കാരണം ക്ഷീണിച്ചിട്ട് പോലും ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. കുഞ്ഞുങ്ങളോടൊരു കറുത്ത വാക്ക് പോലും പറയാതെ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, നിങ്ങളുടെ നാട്ടുകാരനായ അബ്ദുറഹ്മാൻ ഹൈതമി പോലെയുള്ള ഉസ്താദുമാർ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, അല്ലാഹുവേ, ആ സ്ഥാപനത്തിന് വേണ്ടി ഒരു 25 പൈസ മുതൽ ലക്ഷക്കണക്കിന് സംഭാവന ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ പകരം കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്റെ പ്രവർത്തകരെ, നിങ്ങളെ കാണുമ്പോൾ നമ്മുടെ മദ്ഹബിനെ കുറിച്ചും നമ്മുടെ ദീനിനെ കുറിച്ചും പറഞ്ഞപ്പോൾ മതി വരുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കട്ടെ, ആ സ്ഥാപനം ഒന്ന് ദർശിച്ചു നിങ്ങളുടെ കണ്ണുകൊണ്ട് അല്ലാഹു തആല നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ ഒന്ന് കണ്ടുകൊണ്ട് അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ട സ്ഥല സൗകര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ഇതൊക്കെ ആര് നൽകി, ആർക്ക് വേണ്ടിയുള്ളതാണ് എന്നൊക്കെയുള്ള ഒരു വിശാലമായ അന്വേഷണം നടത്തിയിട്ട് നിങ്ങൾ അവിടെ വന്നുകൊണ്ട് കൺകുളിർന്ന് കണ്ടുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തെ നിങ്ങൾ വിലയിരുത്തണം. അത് അല്ലാഹു തആല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ കേന്ദ്ര മുശാവറ അംഗമായിരിക്കുന്ന ശൈഖുന ഉസ്താദിന്റെ കർമ്മധീരമായ പ്രവർത്തനങ്ങളിലൂടെ കണ്ണൂർ പാനൂർ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ അനുമതിയോടുകൂടെ ശൈഖുന ഉസ്താദ് കെട്ടിപ്പടുത്തപ്പോ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. കുട്ടികൾക്ക് കിടക്കാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ വിശാലമായി അതിന്റെ 1ാമത്തെ ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോറിന്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. ഇനിയും 2 നിലകൾ ഉയരാനുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾ ചെയ്തു തരണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് 30-ാം തീയതി മുതൽ 3-ാം തീയതി വരെ നടക്കുന്ന അവിടുത്തെ സമ്മേളനങ്ങളിൽ, പൊതുസമ്മേളനങ്ങളിൽ, മൗലിദ് പാരായണങ്ങളിൽ, റാത്തിബകളിൽ, ഖത്മുൽ ഖുർആനുകളിൽ, സെമിനാറുകളിൽ, കുടുംബ സംഗമങ്ങളിൽ, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ സജീവമായി അവിടെ സംബന്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അതിനെ നമ്മുടെ സ്ഥാപനത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലുപരിയായിട്ട് പുരോഗതിപ്പെടുത്താൻ അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്ക് അല്ലാഹു തആല സമ്മാനിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.